ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? യെരമ്യാ പ്രവചന പുസ്തകം 32 അധ്യായം 27 വചനം ഇങ്ങനെ പറയുന്നു. ഞാനും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അത്ഭുതം, ഈശോ അസാധ്യമെന്ന വൈദ്യശാസ്ത്രം വിധി എഴുതിയ എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ അവൾക്ക് ജീവിച്ച വലിയൊരു കൃപയെക്കുറിച്ച് പറയാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഒരു 10 വർഷത്തോളം വിദേശത്ത് 2001 മുതൽ 2010 വരെ വിദേശത്ത് ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി നല്ല ജോലിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ വിവാഹം കഴിക്കുന്നത് ഞാൻ 2006ലാണ്. 2001 ശേഷം 2006 ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ വിദേശത്തായിരിക്കുന്ന സമയത്ത് എൻ്റെ വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞ് എൻ്റെ ജീവിത പങ്കാളിയെ വിദേശത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ അന്ന് എൻ്റെ വിവാഹമൊക്കെ നടന്ന് 1 വർഷത്തിന് ശേഷവും ഞാൻ ജോലി ചെയ്ത് ദുബൈയിലായിരുന്നു. മിഡിൽ ഈസ്റ്റ് സ്ഥലങ്ങളിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ജോലിക്കാരന് അവരുടെ ഒരു കുടുംബത്തോടെ താമസിക്കാനുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടും എൻ്റെ ജീവിത പങ്കാളിയെ അവിടെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ അവൾക്കത് ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾ 2 സ്ഥലങ്ങളിലായി പോകുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട്. പിന്നീട് അവിടുത്തെ ചെറിയ സാലറി ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. അപ്പോൾ ഞങ്ങൾ ആ ഒരു സാഹചര്യം മുന്നിൽ നിന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളിലോ കാനഡയിലോ ഞങ്ങളുടെ ഈ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. ഫാമിലി ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുക, ആ സാഹചര്യങ്ങളിൽ നല്ലൊരു ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളൊരു ചിന്ത ഞങ്ങളുണ്ടായി. അങ്ങനെ 2009 ഞാൻ എൻ്റെ ജോലി വിദേശ ദുബൈയിലുണ്ടായിരുന്ന എൻ്റെ ജോലി രാജിവെച്ച് ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു സ്റ്റുഡൻസ് വിസ എടുത്ത് ആദ്യം ഞങ്ങൾ പരിശ്രമിച്ച് ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ജീവിത പങ്കാളിയെ പോവുക. അവിടെ കൂടുതൽ എനിക്കും പോകാൻ സാധിക്കുമായിരുന്നു, കാരണം സ്പൗസ് വിസ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല ജീവിത സാഹചര്യം കിട്ടും, നല്ല ഒരു സെറ്റിൽമെൻറ്റ് കിട്ടുമെന്നുള്ള ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അതിന് പരിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിർഭാഗ്യവശാൽ അത് ഞങ്ങളുടെ ഒരു ആഗ്രഹം പോലെ അത് നടന്നില്ല. ആ വിസ രജിസ്ട്രേഷനായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. കുറേ സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ചല്ലാതെ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നേടുവാനായിട്ട് സാധിച്ചില്ല. ആ സമയത്തൊക്കെ ഞങ്ങൾ ഓരോ ധ്യാനങ്ങൾ പോയി കൂടി. സത്യം പറഞ്ഞാൽ ആ ഒരു ധ്യാനത്തിന് പോയി കൂടിയതും പാസ്പോർട്ടൊക്കെ കൈവച്ച് ആ ഭൗതികമായ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ആ ധ്യാനത്തിലൊക്കെ പോയി പങ്കെടുത്തത്. പക്ഷേ അതിലൊന്നും തമ്പുരാൻ ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഉത്തരം തന്നില്ല. അതിനുശേഷം ഞങ്ങൾക്ക് സാമ്പത്തികമായ ഒരുപാട് ബാധ്യതകളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇസ്രയേലിന് പോകാൻ തീരുമാനിച്ചു. എൻ്റെ ജീവിത പങ്കാളിക്ക് എവിടെയെങ്കിലും ഒരു ജോലി സെറ്റിൽഡ് ആകുന്നതിനും വരെ അവിടെ ഇസ്രയേലിൽ പോയി ജോലി ചെയ്യാം, അത്യാവശ്യം കടബാധ്യതയൊക്കെ തീർക്കാം എന്നൊരു ലക്ഷ്യത്തോടു കൂടി സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇസ്രയേലിന് പോകാനുള്ളൊരു തീരുമാനമെടുത്തത്. അങ്ങനെ 2014 ഒക്ടോബർ മാസത്തോടു കൂടി ഞാൻ ഇസ്രയേലിന് പോയി. അവിടെ ചെന്ന് നല്ല തണുപ്പുള്ള സീസണിലാണ് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുന്നത്. ഒരു 3 മാസത്തോളം മാത്രമേ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് അവിടെ ഒരു ചുമയും പനിയൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ എന്നെ ഇവിടെ നാട്ടിൽ വരുന്ന ആളുകളുടെ അടുത്തുനിന്ന് എന്നോട് പറഞ്ഞു, അവിടെ നാട്ടിൽ അങ്ങനെ പെട്ടെന്ന് അവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടുന്ന് മരുന്നുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് ലീവിന് വന്നു പോകുന്ന ആളുകളുടെ കയ്യിൽ പുള്ളിക്കാരിക്ക് മെഡിസിനൊക്കെ വാങ്ങിച്ച് കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ കൂടിയും കുറഞ്ഞും ഏതാണ്ടൊരു 2 മാസം കൂടെ പുള്ളിക്കാരിക്ക് ആ ചുമയും പനിയായിട്ട് പുള്ളിക്കാരി ജോലി ചെയ്തു. അങ്ങനെ 2015 ഫെബ്രുവരി മാസമായപ്പോൾ പുള്ളിക്കാരിക്ക് നിർത്താതെ ചുമയും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയർ എൻ്റെ ജീവിത പങ്കാളിയെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. CTയുടെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലെഫ്റ്റ് സൈഡ് ലങ്സ് ബ്ലോക്കാണ് കാണിക്കുന്നത്, അതിൻ്റെ റീസൺ എന്നാന്ന് കണ്ടുപിടിക്കണം, അത് കാരണം ഇനി മെഡിസിൻ തരത്തില്ല, ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ നോക്കിയിട്ട് റീസൺ എന്നാന്ന് കണ്ടിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ CTയുടെ റിസൾട്ട് കണ്ടിട്ട് ഒരു ബ്രോങ്കോസ്കോപ്പി എന്നുള്ള ടെസ്റ്റിന് വേണ്ടി ഡോക്ടർമാർ റെഫർ ചെയ്തു. ബ്രോങ്കോസ്കോപ്പിക്ക് ഫുൾ അനസ്തീഷ്യ തന്നിട്ടാണ് ടെസ്റ്റ് എടുക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു കഫമാണ് ബ്ലോക്കായിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കഫം ഞങ്ങൾ ക്ലീൻ ചെയ്ത് കളയും, അല്ല മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബയോപ്സിക്ക് എടുക്കുമെന്ന് ഒരു ഡോക്ടർ എന്നെ ബയോപ്സി എടുക്കുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് അനസ്തീഷ്യ തരുന്നതിന് മുമ്പ് ഡോക്ടറിനോട് പറഞ്ഞു, നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഇഞ്ചക്ഷൻ തന്നത്, 15 ദിവസം കഴിയും റിസൾട്ട് ആകണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഡീറ്റെയിൽസ് എല്ലാം ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു.
അങ്ങനെ ആ ബയോപ്സിക്ക് എടുത്തു. 2.5 മണിക്കൂറിന് ശേഷം എനിക്ക് ബോധം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഉദ്ദേശിച്ച പോലെ കഫമൊന്നും അല്ലായിരുന്നു, അതുകൊണ്ടൊരു ചെറിയ ഗ്രോത്ത് തന്നെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ബയോപ്സിക്ക് എടുത്തിട്ടുണ്ട്, റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ അറിയിക്കാം, അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പം കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തണം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി. അന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ജോലി ഇല്ലാതിരിക്കുന്ന സമയമാണ്, എൻ്റെ വിസ തീർന്നിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ ഇൻഷുറൻസിൻ്റെ റിന്യൂവലൊക്കെ എൻ്റെ ഏജൻസിയിൽ നിന്നാണ് എനിക്ക് ചെയ്തു തന്നിരുന്നത്. അങ്ങനെ ഞാൻ റൂമിലിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ ഓരോരുത്തർ മാറി വന്ന് എനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസ്, പാല്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് എനിക്ക് അന്നേരം കഴിക്കാൻ പറ്റിയിരുന്നത്. ഒരു കിടക്കണമെങ്കിൽ നേരെ ചൊവ്വേ ശ്വാസം വിടണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 പില്ലോ വെച്ച് പൊങ്ങി കിടക്കണമായിരുന്നു. എനിക്ക് നേരെ ചൊവ്വേ ശ്വാസം വിടണമെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് അവിടെ ആയിരിക്കുമ്പോൾ 15 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരും എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് 7-ാം ദിവസം എൻ്റെ മൊബൈലിൽ കുറേ മിസ് കോളുകൾ കണ്ടു. അപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ആ റൂമിലായിരുന്നപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് ഞാൻ എഴുന്നേക്കും, ഒരു കരുണക്കൊന്ത് ചൊല്ലും, ഒരു കാപ്പി കുടിച്ചിട്ട് ഞാൻ വീണ്ടും കിടക്കും. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള സമയത്താണ് ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളുകൾ മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു, ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആ കോളിന് വേണ്ടി പിറ്റേ ദിവസം രാവിലെ ഞാൻ വെയിറ്റ് ചെയ്തു, ഞാൻ കിടക്കാതെ. അങ്ങനെ രാവിലെ കരുണക്കൊന്ത് ചൊല്ലിയിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കോൾ വന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ഡോക്ടറെ കാണാൻ, റിസൾട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. എൻ്റെ കൂട്ടത്തിലെ റൂമിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ നേഴ്സുമാരാണ്. അവരെൻ്റെ ജീവിത പങ്കാളിയായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയോട് കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി അവളുടെ റൂമിലുണ്ടായിരുന്ന 2 സഹപ്രവർത്തകരെയും കൂടെ കൂട്ടിയാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. എന്തായാലും ഡോക്ടർ അവിടെ വെച്ച് എൻ്റെ ജീവിത പങ്കാളിയോട് സംസാരിച്ചില്ല. എൻ്റെ ജീവിത പങ്കാളിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്നേഹിതരോട് പറഞ്ഞു, ഇത് ലങ് ക്യാൻസറാണ്, മാലിഗ്നൻസി ആണ്, അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്യേണ്ടി വരും, അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പുറത്ത് വന്നിട്ട് എൻ്റെ ജീവിത പങ്കാളിയോട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചില്ല. അവർ നേരെ പുറത്ത് വന്ന് ഈ റിസൾട്ട് വാങ്ങിച്ച് എനിക്ക് അവിടുന്ന് വാട്സപ്പ് ചെയ്ത് തന്നു. എന്നിട്ട് അവരെന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ബെറ്റിക്ക് ക്യാൻസറിൻ്റെ ഒരു ആരംഭം ഉണ്ടെന്നാണ്, ലങ്സിലാണ്, അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എങ്ങനെ നാട്ടിൽ ചെയ്യാൻ പറ്റുമോ അപ്പോൾ എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് അന്നേരം എനിക്ക് ബോധ്യപ്പെടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അത് അവിടെ ചെയ്യാൻ പറ്റുമോ അതോ ഇവിടെ നാട്ടിൽ വരണോ എന്നുള്ള ഒരു ചിന്ത ചോദിച്ചു. അവർ പറഞ്ഞു അവിടെ തന്നെ ചെയ്യാം, പക്ഷേ അതിൻ്റെ ഇൻഷുറൻസൊക്കെ അപ്രൂവൽ ആകാനുണ്ട്, അതുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്യുവാണ് എന്നവർ പറഞ്ഞു. എന്നിട്ട് അവരവിടുന്ന് എനിക്ക് ആ ബയോപ്സിയുടെ റിസൾട്ട് അവിടുന്ന് എനിക്ക് അയച്ചു തന്നു. ഞാൻ റൂമിൽ ചെന്നപ്പം തന്നെ എൻ്റെ റൂമിലുള്ള 2 ആൺകുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അവർ 3 പേര് നേഴ്സുമാരാണ്. അവർ തമ്മിൽ ഇതെല്ലാം ഷെയർ ചെയ്ത് ഓൾറെഡി എല്ലാ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സീരിയസ്നെസ് എല്ലാം അറിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ചെന്നു, ഞാൻ ഇവരോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അതെന്താണെന്ന് ഞങ്ങൾക്ക് പിടി കിട്ടിയില്ല ചേച്ചി, അപ്പം നമുക്ക് എന്താണെന്ന് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു. ഡോക്ടറുടെ അടുത്ത് തന്നെ നമുക്ക് പോകാമല്ലോ എന്നൊക്കെ അവരും എന്നോട് പറഞ്ഞു. പക്ഷേ ഇവർ ഫോണിൽ കൂടെ എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നേരിട്ട് തന്നെ. പിറ്റേ ദിവസം രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ കരുണക്കൊന്ത് ചൊല്ലുന്നതിന് മുമ്പായിട്ട് എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. എൻ്റെ റിസൾട്ടിനകത്ത് കിട്ടിയ ആ ഇംഗ്ലീഷ് വാക്കുകളെല്ലാം ഞാൻ ഒരുമിച്ച് ഗൂഗിളിനകത്ത് ഞാൻ അടിച്ചു കൊടുത്തു, സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് ലങ് ക്യാൻസർ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്തു. ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടും എനിക്ക് അന്നേരം എന്തൊരു ഫീലിംഗ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അന്നേരം തന്നെ ഒരു കരുണക്കൊന്ത് ചൊല്ലി ഞാൻ വീണ്ടും കിടന്നുറങ്ങി. രാവിലെ ഒരു 11:30 ശേഷം ഞാൻ എഴുന്നേറ്റു. എൻ്റെ റൂമിലുള്ള നേഴ്സുമാരോട് ഞാൻ ചോദിച്ചു, ഇത് നേഴ്സുമാരായി നിങ്ങൾക്ക് അറിയത്തില്ലേ, ഇത് ലങ് ക്യാൻസർ എന്നാണെന്നോ എനിക്ക് റിസൾട്ട് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്ന് എന്നോട് അത് നോ എന്നും പറഞ്ഞില്ല, യെസ് എന്നും പറഞ്ഞില്ല. ഇവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ഫോൺ ഞങ്ങൾ തല്ലിപ്പൊട്ടിച്ച് കളയണോ അതോ ചേച്ചി മര്യാദയ്ക്കിരിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്കൊരു ഇൻഡയറക്റ്റായിട്ട് ഇവരെന്നോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പിന്നെ അവരോട് കൂടുതലൊന്നും സംസാരിച്ചില്ല. ഞാൻ ബയോപ്സി റിസൾട്ടുമായിട്ട് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അനിൽ പ്രദീപ് എന്ന് പറയുന്ന ഫിസിഷ്യൻ ഡോക്ടറെ അടുത്ത്, അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളവരെല്ലാം ഡോക്ടറെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് പോകുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റിസൾട്ടുമായിട്ട് ചെന്നു കഴിഞ്ഞ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ബെറ്റിക്ക് അവിടെ ഒരു ക്യാൻസറിൻ്റെ ആരംഭം ഉണ്ടെന്നാണ് പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ ഒരു ബയോപ്സി റിസൾട്ട് അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അപ്പോൾ സാറൊന്ന് നോക്കിയിട്ട് അതിൻ്റെ സ്ഥിതി എന്താണെന്നൊന്ന് പറയാമെന്ന് ചോദിച്ചു. ഡോക്ടർ റിസൾട്ടെല്ലാം വാങ്ങിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇത് നീ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ കാര്യമല്ല, ഇത് ലങ് ക്യാൻസറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിൽ വരുന്ന ക്യാൻസർ മറ്റ് ശരീരങ്ങളിലേക്ക് അതിൻ്റെയേറെ സ്പീഡിൽ സ്പ്രെഡായിട്ടുണ്ടാവും. അതുകൊണ്ട് നീ അവളെ അവിടെ നിർത്തുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ
എനിക്ക് എന്ത് ചെയ്യണമെന്ന് അന്നേരം ഒരു രൂപം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇതിൻ്റെ മുകളിൽ ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്, PET-CT എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. PET-CT ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലങ്സിൽ മാത്രമാണോ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അവളെ നാട്ടിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെപ്പാടെ അപ്സെറ്റായി. ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല. എൻ്റെ 2 കുഞ്ഞു കുട്ടികളേ ഉള്ളൂ. അവരോട് പറയണോ, എൻ്റെ മാതാപിതാക്കന്മാരോട് പറയണോ, ഞാനാകെ വിഷമത്തിലായി. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഡോക്ടറെ മുറ്റത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നി നന്നായിട്ട്. എനിക്ക് തൊട്ടടുത്തൊരു ആശ്രമമുണ്ട്. ഞാൻ നേരെ ആ ആശ്രമത്തിലേക്കാണ് പോയത്. അവിടുന്ന് ഞാൻ ആ ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ അച്ഛനോട് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് വരാൻ പറഞ്ഞു. അച്ഛനോട് ഇരുന്ന് ഞാനൊന്ന് കുമ്പസാരിച്ചൊക്കെ പൂർത്തീകരിച്ച് ഞാൻ അത് കഴിഞ്ഞ ശേഷം അച്ഛനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. വെച്ചാൽ എൻ്റെ ജീവിത പങ്കാളി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ആൾ ഇപ്പോൾ ഇസ്രയേലിലാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ അവിടെ നിന്നൊരു എനിക്കൊരു പേപ്പർ വന്നു, പുള്ളിക്കാരിക്ക് ക്യാൻസറാണ്, അത് ലങ്സിലാണെന്ന് പറഞ്ഞൊരു റിസൾട്ട് ഒരു പേപ്പർ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതൊരു പ്രധാനപ്പെട്ട സ്റ്റേജിൽ എത്തിക്കാണും, ഒരു ബുദ്ധിമുട്ടുള്ള സ്റ്റേജിലായി കാണും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പോലും ഞാനിപ്പോൾ ഇത് ഈശോയെ ഏൽപ്പിക്കുക. എനിക്ക് ബാക്കിയുള്ള മുന്നോട്ടുള്ള വഴി ഈശോ കാണിച്ചു തരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പ്രാർത്ഥിച്ചു. അച്ഛനോട് പറഞ്ഞു, സ്റ്റാൻലി എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛനോട് പറഞ്ഞു, ബിജു ഒരു കാര്യം ചെയ്യേ, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ജീവിത പങ്കാളിയോട് വരാൻ പറ, ദൈവം ഇടപെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു. എൻ്റെ മാതാപിതാക്കളോട് അന്നേരം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളോട് ഞാൻ സംസാരിച്ചില്ല. എൻ്റെ ജീവിത പങ്കാളിയുടെ സഹോദരങ്ങളോട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. കാരണം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് അങ്ങ് നിയന്ത്രിക്കാൻ പറ്റാതെ കൂടി ഓരോ ദിവസം ഓരോ മണിക്കൂർ കഴിഞ്ഞോറും ഞാൻ ഇതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞുകൊണ്ടിരുന്നു. അതനുസരിച്ച് എന്നെ മാനസികമായിട്ടത് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് അന്നേരം ആ സമയത്ത് എൻ്റെ കുട്ടികൾക്ക് 7 വയസ്സും 3 വയസ്സും 2.5 വയസ്സേ ശരിക്കും പ്രായമുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഊഹവും കിട്ടിയില്ല. ഞാൻ ആകെപ്പാടെ മാനസികമായി ബുദ്ധിമുട്ടായി. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകന് അടിമാലിയിൽ ഇടുക്കി രൂപതയുടെ പാസ്റ്റർ സെൻറ്ററിൽ ധ്യാന ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ്, സാബു നിരുപത്തുറമൽ എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പിന്നെ പെട്ടെന്ന് വിളിക്കാൻ തോന്നിയത് അദ്ദേഹത്തെ ആയിരുന്നു. ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചു, ചേട്ടായി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ബെറ്റി ഇങ്ങനൊരു രോഗമുണ്ടെന്നാണ് പറഞ്ഞത്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അപ്പോൾ ചേട്ടായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഞാനിപ്പോൾ ശുശ്രൂഷ നിൽക്കുക, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് നിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി പുള്ളി കുറച്ച് കഴിയുമ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു, നീ ഒരു കാര്യം ചെയ്യേ, നീ വിശ്വാസ പ്രമാണം ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരം എന്നെ വിളിക്കണം, എൻ്റെ അവളോടും പറയണം വിശ്വാസ പ്രമാണം ചെല്ലാൻ, എന്നിട്ട് വൈകിട്ട് അവിടുന്ന് എന്നെ വിളിക്കാൻ പറയണം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ സുഖമില്ല, എന്തോ ക്രിട്ടിക്കൽ സ്റ്റേജാണെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുന്ന സ്റ്റേജല്ല എന്ന് പറഞ്ഞു. എന്തായാലും നീ സംസാരിച്ചിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അവനെന്തായാലും എന്നോട് പറഞ്ഞത് അവൾക്ക് എന്തോ മാരകമായ രോഗമാണ്, അപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ അവിടെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്, അത് ചേട്ടായിക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ രോഗത്തിൻ്റെ റിസൾട്ടുകൾ എനിക്ക് അയച്ചു തരികയും ഞാനത് എനിക്ക് അടുത്ത് പരിചയമുള്ള എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഡോക്ടേഴ്സിനെ കാണിക്കുകയും ഡോക്ടേഴ്സ് അത് കണ്ടിട്ട് ഇത് വളരെ മാരകമായ ക്യാൻസറിൻ്റെ സെല്ലുകളാണെന്നും സ്ത്രീകളിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ ക്യാൻസർ സാധാരണ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനുമായിട്ട് പറഞ്ഞു, എടാ ഇത് ഇത്രയും വലിയ ക്യാൻസറിൻ്റെ കൂടിയ ഒരു ഇനത്തിൽപ്പെട്ട രോഗമാണ്, അപ്പം അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അതെൻ്റെ ഇൻഷുറൻസ് കിട്ടിയാല PET-CT എന്ന് പറഞ്ഞ ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഇടവകക്കാരിയും ഒരു സുഹൃത്തും അമൃത ഹോസ്പിറ്റലുണ്ട്. ഞാൻ പറഞ്ഞു അമൃത ഹോസ്പിറ്റലിൽ നമുക്ക് വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, ഞാനിവിടെ എല്ലാ ക്രമീകരണങ്ങളും നടത്തി തരാം, ഡേറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളോട് ഇസ്രായേലിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. എൻ്റെ ജീവിത പങ്കാളി എന്നോട് വിളിച്ചു പറഞ്ഞു, നീ എക്സിറ്റ് അടിച്ച് തിരിച്ചു പോരെ, കാരണം വിസ തീർന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് വേറൊരു വഴിക്കും എനിക്ക് തിരിച്ചു പോരാൻ പറ്റത്തില്ല, എക്സിറ്റ് അടിക്കാതെ എനിക്ക് തിരിച്ചു പോരാൻ സാധ്യമല്ല, അതുകൊണ്ട് നീ എക്സിറ്റ് അടിച്ച് തിരിച്ചു പോരെ, ഇവിടെ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എത്രയും പെട്ടെന്ന് ടിക്കറ്റിനുള്ള കാര്യങ്ങളെല്ലാം നീക്കി എംബസിയിൽ എൻ്റെ സുഖമില്ലാഴിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എത്രയും പെട്ടെന്ന് എക്സിറ്റ് അടിക്കാനുള്ള പേപ്പറുകളെല്ലാം നീക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി ഞാൻ
എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്ന ആ ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡ് അമൃത ഹോസ്പിറ്റലിലേക്ക് പെറ്റ് സിറ്റിക്കുള്ള ബുക്കിംഗ് എടുത്തിരുന്നു. അമൃത ഹോസ്പിറ്റലിൽ ചെന്നു, പെറ്റ് സി ടി എടുത്തു. പെറ്റ് സി ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിസൾട്ട് വൈകുന്നേരം ആവും, പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ 2 ദിവസം എടുക്കും, റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നിന്നാൽ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തങ്കമ്മ എന്ന് പറയുന്ന ഡോക്ടർ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയെ പോയി കണ്ട് ഇത് പെട്ടെന്ന് അതിനുള്ളൊരു സാഹചര്യങ്ങൾ മാറ്റം ഉണ്ടാക്കിയെടുക്കുക, അപ്പോൾ അതിനുള്ള നടപടി എടുക്കാൻ എല്ലാവരും പറഞ്ഞു. കാരണം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ റിസൾട്ട് വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർ തങ്കമ്മ ഡോക്ടറെ ക്വാർട്ടേഴ്സിലെത്തി. ഞങ്ങൾ വൈകുന്നേരം സമയമായിരുന്നു, കാരണം ഡോക്ടറെ ഒരാൾ വഴി സംസാരിച്ച് ഇങ്ങനെയൊരു കേസാണ്, അപ്പോൾ ഡോക്ടേഴ്സ് കാണാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ഇങ്ങനെയൊരു കേസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാൻ മേലാത്തൊരവസ്ഥയിലാണ് ഇവരെല്ലാവരും എന്നെ കാണുന്നത്. ഞാൻ എയർപോർട്ടിലേക്ക് തിരിച്ച് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ഫോണിൽ കൂടി ഒറ്റ പ്രാവശ്യം ഞാൻ എൻ്റെ അസുഖ വിവരം ഞാൻ അറിഞ്ഞു എന്നുള്ളൊരു കാര്യം ഞാൻ വരുത്തി. എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു, ബേശായ ലോകത്ത് ആർക്കും വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രോഗം എനിക്ക് തന്നെ തമ്പുരാൻ തന്നല്ലോ എന്ന് ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞു. അന്ന് ഞാൻ കരഞ്ഞു പുള്ളിയുടെ അടുത്ത്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു, ഞാൻ വരുമ്പോൾ ആരും എൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് വരാൻ പാടില്ല. അത് കാരണം കൊണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാവരോടും എൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. വീട്ടിൽ എൻ്റെ പേരൻസ് ഉണ്ട്, ജീവിത പങ്കാളിയുടെ പേരൻസ് ഉണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവരോടും ഞാൻ വരുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ അവരെൻ്റെ അടുക്കൽ സഹതാപം കാണിക്കാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എൻ്റെ പപ്പയെ വിളിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പപ്പ ഇതുപോലെ എനിക്കൊരു മുഴയാണ്, അത് ലങ്സിനകത്താണ്, അത് വളരുന്നുണ്ട്, സർജറി വേണം. ഇതൊക്കെ ഞാൻ ഇൻഡയറക്റ്റായിട്ട് ഞാൻ പപ്പയോട് പല ആവർത്തി പറഞ്ഞു. പക്ഷേ എൻ്റെ പപ്പയ്ക്ക് അത് മനസ്സിലായില്ല. ലാസ്റ്റ് ഞാൻ ഒരു ദേഷ്യഭാവത്തിൽ ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ഒരിക്കലും എൻ്റെ പപ്പയുടെ മുന്നിലോ ഒന്നും ആരുടെ അടുത്ത് കരയാൻ ഞാൻ ശ്രമിച്ചില്ല. അങ്ങനെ ഞാൻ തിരിച്ച് അമൃത ഹോസ്പിറ്റലിൽ വന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ സഹോദരിയും ഭർത്താവും ഏകദേശം കുടുംബത്തിലുള്ള ഏകദേശം 3-4 പേര് അവിടെ ടെസ്റ്റിന് എൻ്റെ കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോകാൻ വന്നിരുന്നു. എൻ്റെ പേരൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി 4 ദിവസത്തേക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ സാവു ബ്രദറിൻ്റെ പരിചയത്തിലുള്ളൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ തങ്കമ്മ ജോസഫ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി സെക്ഷനിലുള്ളതാണ്. അന്ന് ഡോക്ടർ റിട്ടയർ ആകുന്ന ദിവസമായിരുന്നു. അന്ന് ഞങ്ങൾ ഡോക്ടറുടെ വീട്ടിൽ പോയി കണ്ടു. ഡോക്ടർ എന്നെ മുഴുവൻ പരിശോധിച്ചിട്ട് എൻ്റെ തൊണ്ടയ്ക്കൊക്കെ വേദനയുണ്ട്, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ട്. അന്ന് പ്രതീക്ഷത്തിലുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഡോക്ടർ എന്നെ പരിശോധിച്ചു. ഡോക്ടർ എന്നെ പരിശോധിച്ചതിന് ശേഷം എന്നെ പുറത്തിറക്കി നിർത്തിയിട്ട് എൻ്റെ ജീവിത പങ്കാളിയോടും സാവു ബ്രദറിനോടൊക്കെ സംസാരിച്ചു. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു, നമുക്കെന്നാൽ അമൃതയിലേക്കൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ അവിടെ നിന്ന് വീണ്ടും അമൃത ഹോസ്പിറ്റലിലെ പെറ്റ് സി ടി എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു. ഡോക്ടർ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടറോട് പറഞ്ഞു, ഇത് സ്റ്റേജ് 4 ക്യാൻസറാണ്. ഇത് ശരീരത്തിൻ്റെ മുക്കാലും ഭാഗങ്ങളിലേക്ക്, തലച്ചോറ് ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു കഴിഞ്ഞു. ഇത് സ്റ്റേജ് 4-ലെത്തിയ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് ഡോക്ടറോട് അമൃത ഹോസ്പിറ്റലിലെ പെറ്റ് സി ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാനുണ്ടാവില്ല, ഇത് കാരണം സ്റ്റേജ് 4 ക്യാൻസറായി അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളിത് വേറൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ഇനിയിപ്പോൾ ചിന്തിക്കേണ്ട, സർജറിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക, ഇവളോട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായി. കാരണം ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ ഇവളെന്നോട് ചോദിച്ചു, ഡോക്ടർ എന്നാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡായിട്ടുണ്ട്, അപ്പോൾ നമുക്കത് കീമോ ചെയ്ത് ഒരു ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷമേ സർജറി നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവൾ സർജറി ആഗ്രഹിച്ച് പെട്ടെന്ന് സർജറി ചെയ്ത് റിക്കവർ ചെയ്യും എന്നൊക്കെ ചിന്തിച്ചാണ്. കാരണം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിലും ഈ റിസൾട്ട് വെച്ച് ഗൂഗിളിൽ എൻ്റെ ജീവിത പങ്കാളി ഇത് അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിത് അറിഞ്ഞിരുന്നില്ല. അവൾ ഗൂഗിളിൽ ഇത് അടിച്ചു നോക്കി, ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് ക്യാൻസറാണെന്നുള്ള റിസൾട്ട്, പുള്ളിക്ക് ഇത് ക്യാൻസർ രോഗമാണെന്നൊക്കെ എൻ്റെ ജീവിത പങ്കാളി അറിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി ചെയ്ത് മാറുമെന്ന് ചിന്തിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നു, ഇത് ക്യാൻസർ ആ സ്റ്റേജൊക്കെ കടന്നുപോയി, ഇനി അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഘട്ടത്തിലേക്കാണ്, പാലിയേറ്റീവ് കീമോ ചെയ്യാനുള്ള ഒരു സാധ്യത ഇതിൻ്റെ അകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവനോട് പറഞ്ഞു, ഇതൊന്ന് നമുക്ക് ഒരു 5 കീമോ ഒക്കെ എടുത്ത് അതൊന്ന് കുറഞ്ഞതിന് ശേഷം സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനെന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മെഡിക്കൽ കോളേജിലാണെങ്കിൽ അതിന് താമസം വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളിത് മാറ്റി. ഞങ്ങൾ മെഡിക്കൽ കോളേജ് പിന്നെ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ അന്ന് ഡോക്ടർ സഞ്ജു, ഡോക്ടർ ആമോസ് എന്ന് പറയുന്ന 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ VP ഗംഗാധരൻ, അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം അവിടെ
ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ അവിടെ പോയി ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കാം. അങ്ങനെ ഡോക്ടർ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ എൻ്റെ ജീവിത പങ്കാളിയും കൊണ്ട് പോയി. അവിടെ ചെന്ന് ഡോക്ടർ ആമോസിൻ്റെ അടുത്ത് ഞങ്ങൾ കയറി ഈ റിസൾട്ടുകളെല്ലാം പരിശോധിച്ചു. ഡോക്ടർ പി വി ഗംഗാധരനെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ ഡോക്ടർ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. എന്തായാലും ഡോക്ടർ ഇത് പറഞ്ഞു ആദ്യം ഈ റിസൾട്ടൊക്കെ എടുത്ത് നോക്കിയപ്പം പെറ്റ് CTക്കകത്ത് ലങ്സിൽ ഈ ക്യാൻസർ കണ്ടമാനം വ്യാപിച്ചായിട്ടില്ല. എൻ്റെ 80% ലിവറിൽ ഇത് ബാധിച്ചു എന്ന് റിസൾട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ലിവറിൽ നിന്നൊരു ബയോപ്സി എടുക്കണം. ഏത് തരത്തിലുള്ള ക്യാൻസർ ആണെന്ന് ഒന്നുകൂടെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു ലിവർ ബയോപ്സി എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലിവർ ബയോപ്സിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായി. അവിടെ നിന്ന് ലിവർ ബയോപ്സി പിറ്റേ ദിവസം എടുത്ത് ലിവർ ബയോപ്സി എടുത്ത് ആ ടെസ്റ്റ് അയച്ചിട്ട് പറഞ്ഞു ഇനി 5 ദിവസം അതിൻ്റെ റിസൾട്ടിനാവും. അപ്പോൾ അതുകൊണ്ട് 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വാ, അന്നേരം നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അടുത്ത ഘട്ടം എന്താണെന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ ആകെപ്പാടെ എല്ലാവരും വേദനയില്ല, എല്ലാവരും മാനസികമായ ബുദ്ധിമുട്ടിൽ, ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മയുടെ ആങ്ങളെ ഒരാൾ മരിച്ചിരുന്നു പൊട്ടങ്കാടെന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ ആ മരണച്ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് ജീവിത പങ്കാളിയെ വീട്ടിലാക്കിയിട്ട് ഞാൻ ആ സമയത്ത് അങ്ങോട്ട് പോവുകയാണ്. പോയ സമയത്ത് ബഹുമാനപ്പെട്ട വിനോദ് ബ്രദർ എഫാത്ത മിനിസ്ട്രിയുടെ വചന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. വിനോദ് ബ്രദറിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ഞാൻ വിനോദ് ബ്രദറിനോട് നേരത്തെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു, എങ്കിലും ഞങ്ങൾ നേരിട്ട് ആ സമയത്താണ് കാണുന്നത്. ഞാൻ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ വിനോദ് ബ്രദർ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വിനോദ് ബ്രദറിനോട് പറയടാ, ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ലടാ, ഇതും ഇതിനപ്പുറവും മാറ്റാൻ കഴിവുള്ളവനാണ് ഈശോ, നിനക്ക് വിശ്വാസം ഉണ്ടായാൽ മതി, നീ ഓർത്തോ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കട്ടെ, ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. കാരണം ശരാശരി എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന, എല്ലാ ഞായറാഴ്ചയും കുർബാന സ്വീകരിച്ച് പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഡോക്ടർമാർ, വൈദ്യശാസ്ത്രം ഇത്രയും ഒരു സ്റ്റേജൊക്കെ പറഞ്ഞു, ഇനിയൊരു സാധ്യതകളില്ലെന്ന് ഞാൻ കണ്ട ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു. അപ്പോൾ എന്നോട് ബ്രദർ പറയുവാണ് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, ഈശോ ഇടപെടുമെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് കേൾക്കാൻ മാത്രം തോന്നി. പക്ഷേ അതിനെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് എനിക്ക് അന്നേരം സാധിച്ചില്ല. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അടിമാലിയിൽ ആത്മജ്യോതി സെൻറ്ററിൽ എഫാത്ത മിനിസ്ട്രീസിൻ്റെ തപസ്യാനം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ടീമിൻ്റെ ലീഡറായ ബഹുമാനപ്പെട്ട വിനോദ് ബ്രദർ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞായിരുന്നു നമുക്ക് ആ തപസ്യാനത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഞങ്ങൾ ആ തപസ്യാനത്തിൽ പോയി പങ്കെടുത്തു. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ ആ തപസ്യാനത്തിൽ പോയി പങ്കെടുത്തപ്പോഴും ഞങ്ങൾ ആ ചാപ്പലിരുന്ന് ധ്യാനം കൂടി. ചാപ്പലിൻ്റെ ഏറ്റവും ബാക്കിലിരുന്നാണ് ഞാനിരിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് കസേരയിൽ ഇരിക്കാൻ തോന്നും, പറ്റത്തില്ലാത്തപ്പോൾ ഞാൻ നിലത്തിറങ്ങിയിരിക്കും. എനിക്ക് എഴുന്നേക്കാനും ഇരിക്കാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയത്ത് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രേക്ഷിതർ എനിക്ക് പുറത്തുനിന്ന് ജ്യൂസ് സാധനങ്ങളൊക്കെ എത്തിച്ചു തന്നു. മറ്റുള്ളവരെല്ലാവരും ഉപവസിച്ച് ധ്യാനം കൂടി. ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെ ധ്യാനം കൂടിയ സമയത്ത് എനിക്ക് ആ സമയത്ത് എനിക്ക് നല്ലൊരു കുമ്പസാരത്തിന് എനിക്ക് തമ്പുരാൻ എനിക്ക് അവസരം തന്നു. നല്ലൊരു കൗൺസിലിങ്ങിനും തമ്പുരാൻ അവസരം തന്നു. അന്ന് ടീമിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് ചിറ്റടിയിലച്ചന് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് എന്നോട് പറഞ്ഞു, അന്ന് എനിക്ക് 32 വയസ്സാണ് എനിക്ക് രോഗമായിരിക്കുന്ന അവസ്ഥയിൽ. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, 32 വയസ്സ് കാലം നീ പാപം ചെയ്തും ലോകത്തിന് വേണ്ടി നീ ജീവിച്ചു, പക്ഷേ ഇനിയും പാപം ചെയ്ത് മുന്നോട്ട് ജീവിക്കാനാണോ നിനക്കിഷ്ടം, അതോ ഇപ്പം നിന്നെ തമ്പുരാൻ വിളിക്കുവാണെങ്കിൽ നിനക്ക് പോകാനാണോ ഇഷ്ടമെന്ന് ചോദിച്ചു. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു അച്ഛന് എനിക്ക് സൂചന തരുന്നതാണോ, എൻ്റെ രോഗത്തിൻ്റെ സീരിയസ്നെസ് എന്നോട് പറയുന്നതാണോ, എനിക്ക് ഉള്ളിൽ എവിടെയോ ഒരു സംശയം തോന്നി. പക്ഷേ ഞാൻ അന്നേരപ്പം ഒന്നും ചോദിച്ചില്ല. പിന്നെ തപസ്യാനം തീരുന്ന ദിവസം എന്നോട് ചിറ്റടിയിലച്ചൻ പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചു, നിനക്ക് ഭക്ഷണം കഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അന്ന് തപസ്യാനം തീരുന്ന ദിവസം എന്നോട് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട കൊച്ചുപുരയ്ക്കൽ അച്ഛന് വിശുദ്ധ കുർബാനയുടെ മധ്യേ പരിശുദ്ധ കാപ്പസെറ്റിൽ പൊതിഞ്ഞ് എനിക്ക് രോഗശാന്തിക്ക് വേണ്ടി അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കാപ്പസെറ്റിൽ പൊതിഞ്ഞുള്ള ഒരു പ്രാർത്ഥന എനിക്ക് എൻ്റെ മനസ്സിന് വലിയൊരു ധൈര്യം തന്നു. എനിക്ക് തന്നെ എന്തോ ഒരു ശക്തി എവിടെ നിന്നും എനിക്ക് കിട്ടിയ പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ആ ധ്യാനം തീരുന്ന സമയത്ത് അവിടുന്ന് തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു. കഞ്ഞിയും കറികളൊക്കെ കൂട്ടി ഞാൻ വയറ് നിറച്ച് 2 മാസം കൂടി ഞാൻ വയറ് നിറച്ച് അവിടുന്ന് ആഹാരം കഴിച്ചു. ആ ധ്യാനത്തിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി കപ്പ വേവിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പുറത്തുനിന്ന് കപ്പ വേവിച്ചും ഒക്കെ വാങ്ങിച്ചു തന്നു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി. എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് വെറ്റിയുടെ രോഗാവസ്ഥയിൽ ഞങ്ങളൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുള്ള സമയങ്ങളാണ് അന്നൊക്കെ. അവിടെ ഇസ്രയേലിന് പോയി
പോയിട്ട് 8 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കുമാണ് ഞങ്ങൾ ഈ ദുരന്ത വാർത്ത അറിയുന്നത്. അവിടെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദനയുടെ ലോകങ്ങളായിരുന്നു. ഞങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി എന്ത് ചെയ്യുമെന്ന് എല്ലാവരും നെട്ടോട്ട് ഓടുന്ന സമയം. അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എഫാത്ത എന്ന അടിമാലി ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുന്നത്. ഇവിടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുപോലെ വേദനയോടെ ഞങ്ങൾക്ക് ആരോടും ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എഫാത്തയിൽ ഞങ്ങൾ ധ്യാനം കൂടാൻ 3 ദിവസത്തെ തപസ് ധ്യാനത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോഴൊക്കെ വെറ്റിക്ക് ഭയങ്കര ഭീകരാവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ വെള്ളം ഇറങ്ങുകയില്ല, ചുമയ്ക്കാൻ പറ്റുന്നില്ല. ആകെ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാത്തൊരു വേദനിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അന്നൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു, എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എഫാത്തെ പോയി 3 ദിവസത്തെ തപസ് ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടെ ചെന്നു. പക്ഷേ വെറ്റിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി തപസ് ധ്യാനത്തിന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് 1-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ചുമയ്ക്കൊരാശ്വാസമായി, വെള്ളമൊക്കെ ഇറങ്ങാറായി. അങ്ങനെ വേദനിക്കുന്ന ദിവസങ്ങളിലൂടെ 3 ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു പോയത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുള്ളൊരു ദിവസമായിരുന്നു. പിന്നീടാണ് ഞങ്ങളെല്ലാം അറിയുന്ന ഡോക്ടർമാർ 3 മാസത്തെ അവധി പറഞ്ഞാണ് അവളെ വിട്ടേക്കുന്നത്. പല കാര്യങ്ങളും ഞങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേനും ഒരുപാട് വൈകിപ്പോയിരുന്നു. എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, അവിടുത്തെ അന്നത്തെ പ്രാർത്ഥന ഞങ്ങൾക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇസ്രായേലിൽ നിന്ന് മോള് വരുന്ന ആ ഡേറ്റ് നേരത്തെ ഞങ്ങളെ അറിയിച്ചിരുന്നു. അറിയിച്ച ആ ഡേറ്റിൽ ഞങ്ങൾ നേരെ പിന്നെ എയർപോർട്ടിൽ ചെന്ന് അവളെ പിക്കപ്പ് ചെയ്തുകൊണ്ട് എറണാകുളം അമൃത ആശുപത്രിയിൽ നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിരുന്നു. എല്ലാം ചികിത്സയ്ക്ക് വേണ്ടി, ചെക്കപ്പിന് വേണ്ടി. അവിടുത്തെ ചെക്കപ്പും എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ലേക്ക് ഷോർ ആശുപത്രിയിലോട്ടാണ് പോയത്, അവിടുത്തെ റിസൾട്ട് മേടിച്ചുകൊണ്ട്. ലേക്ക് ഷോറിൽ ചെന്ന് ഏറ്റവും നല്ല ഡോക്ടറാണല്ലോ VP ഗംഗാധരൻ ഡോക്ടർ. പുള്ളിയെ അവിടെ പോയി കണ്ടു റിസൾട്ട് കണ്ടിട്ട് എല്ലാം ഞങ്ങൾക്ക് വളരെ സങ്കടകരമായ റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ പിന്നെ ഡോക്ടർ ഇതെല്ലാം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ആശുപത്രി പിന്നെ ഇത് കാരിത്താസാണ്. ഞാൻ അവിടെ ആഴ്ചയിൽ ഇത്ര ദിവസം വരും. അവിടെ വന്ന് പിന്നെ അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമായിട്ട് ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ ചെന്നു, ഡോക്ടർ ഉണ്ടായിരുന്നപ്പോൾ ചെന്ന് എല്ലാം നോക്കിയിട്ട് അവിടെ അന്നേരം അവർ പറഞ്ഞത് കീമോ എടുക്കണമെന്നാണ് പറഞ്ഞത്. അന്നേരം മോള് പറഞ്ഞു, ഇപ്പം കീമോ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഇത് ഷേപ്പേ മാറിപ്പോവും, അതായത് മുടി പൊഴിയും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു ധ്യാനത്തിന് കൂടിയിട്ട് മാത്രമേ ഇനി ചികിത്സയ്ക്കുള്ളൂ. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് ധ്യാനം കൂടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മൂന്നാർ അടിമാലി ധ്യാനകേന്ദ്രത്തിൽ പോയി. അവിടെ 3 ദിവസത്തെ ഉപവാസ ധ്യാനം ഉണ്ടായിരുന്നു. ഉപവാസ ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് അവിടെ വെച്ച് തന്നെ അവൾക്ക് റിസൾട്ട് ഉണ്ടായി എന്ന് വേണം പറയാൻ. ഒരു കാര്യം ചെയ്യടാ, ഈ മാസം തുടങ്ങുന്ന ധ്യാനം തീർന്നതിന് ശേഷം ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ വിശ്വാസാനുഭവ ധ്യാനം എഫാത്ത മിനിസ്ട്രി അടിമാലിയുടെ നടക്കുന്നു. അപ്പോൾ അതിനകത്ത് ജൂലൈ മാസത്തിലായിരുന്നു ആദ്യത്തെ ആഴ്ച. അപ്പോൾ ഈ ധ്യാനത്തിൽ ആദ്യം വന്ന് നിങ്ങളിരിക്കുക. ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി ആ പോയ കൊച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു. നേരം പറഞ്ഞു, ആ ബൈബിള് തുറന്നപ്പോഴേ ആ കൊച്ചിൻ്റെ പേരാണ് കിട്ടിയത്. അവിടെ ഇരുന്നുകൊണ്ട് ഇംഗ്ലീഷിൽ മറ്റു ഡോക്ടർമാരെ വിളിച്ചു. ഇങ്ങനെ ഈ ഒരു മിറാക്കിളാണിത്. തമ്പുരാനോട് ഞാനൊരു ശ്വാസകോശം ചോദിച്ചപ്പോൾ തമ്പുരാൻ ഒരു പുതിയ തലയൊഴികെ ബാക്കി മുഴുവൻ ശരീരഭാഗങ്ങളും എനിക്ക് പുതിയതായിട്ട് തമ്പുരാൻ തന്നു എന്നുള്ള കാര്യം